2.5 വയസ്സുകാരുടെ കൊലപാതകം ബാലരാമപുരത്തെ. അപ്പോൾ അതിന്റെ ദുരൂഹതകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി അതിന്റെ ചുരുളഴിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. ഇന്നെന്തായാലും പ്രതി ഹരികുമാറിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി കേസിൽ വ്യക്തത വരുത്താനാണ് പോലീസിന്റെ നീക്കം. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ തുടരുന്ന ശ്രീതു എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ അമ്മയെയും ഇന്ന് ചോദ്യം ചെയ്തേക്കുമെന്നറിയുന്നു. സഹോദരിയോടുള്ള വിരോധത്തെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടി. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുന്നിലായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. പൂജപ്പുര മഹിളാ മന്ദിരത്തിൽ തുടരുന്ന ശ്രീതുവിനെയും ഇന്ന് ചോദ്യം ചെയ്തേക്കും. ഇന്നലെ രാത്രി 2 മണിക്കൂറിലേറെ SP-യുടെ നേതൃത്വത്തിൽ ശ്രീതുവിനെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ച ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തും. 10 മണിയോടെ എത്താനാണ് ഇയാൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യമാണ് ജോത്സ്യനിൽ നിന്ന് പോലീസ് തേടുക. പ്രതിയുടെ ബന്ധുക്കളെ ഉടൻ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നാണ് പോലീസ് തീരുമാനം. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അത് തന്നെയാണ് MG പ്രതീഷ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകാൻ തിരുവനന്തപുരത്തും തത്സമയം ചെയ്യുന്നുണ്ട്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ദിവസമാണിന്ന്. ഇതിന്റെ ദുരൂഹതകൾ നീങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ കൊലപാതകത്തിന് കാരണം എന്താണ്, അതാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ സഹോദരനും സഹോദരിയും, ഈ ശ്രീതുവും ഒപ്പം തന്നെ ഹരികുമാറും തമ്മിൽ വലിയ വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന് പറയുന്നു. ഇവർ തമ്മിലുള്ള അത്രമാത്രം കടുത്ത വ്യക്തിവൈരത്തിന് എന്താണ് കാരണം, അതൊന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ ഈ പൂജാരിയുടെ ബന്ധം, കണക്ഷൻ, അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന ചില സൂചനകൾ, ലീഡുകൾ? പ്രജിൻ, ബാലരാമപുരം കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിനെ കുഴപ്പിക്കുന്ന നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കാരണം ഈ കൊലപാതകം നടത്തിയത് പ്രതി ഹരികുമാറാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുമ്പോഴും അതിനുള്ള കാരണം, കൃത്യമായൊരു കാരണം സംബന്ധിച്ച് പോലീസിനും ഇനിയും വ്യക്തതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് ഈ സഹോദരി ശ്രീതുവിനോടുള്ള വൈരാഗ്യമാണ് അല്ലെങ്കിൽ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ശ്രീതുവിന് തനിക്കുള്ള താല്പര്യം കുഞ്ഞ് വന്നതോടുകൂടി ഇല്ലാതെ പോയെന്നും അതുകൊണ്ട് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നതാണ് പ്രതി നൽകിയ മൊഴി. മാത്രമല്ല, ഒരു ഉൾവിളി തനിക്ക് തോന്നി, കൊല്ലാൻ തോന്നി, കൊന്നു എന്നുള്ള വിചിത്രമായ മൊഴിയും പോലീസിന് മുന്നിൽ പ്രതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വീണ്ടും വിശദമായ പരിശോധനയ്ക്കാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും കുഞ്ഞിന്റെ മാതാവ് ശ്രീതുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായൊരു പുരോഗതി അല്ലെങ്കിൽ നിർണായകമായ കണ്ടെത്തലുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് പോലീസ് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വീണ്ടും ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാവുകയുള്ളൂ. കാരണം ഈ പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. 6 വർഷമായി ഈ പ്രതി മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നു എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിന്റെ ആധികാരികത അടക്കം പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രതിയെ അത്തരത്തിലൊരു വൈദ്യ പരിശോധനയ്ക്കും പോലീസ് വിധേയമാക്കും. മറ്റൊന്ന്, സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളാണ്. അതിലും ഒരു സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. കാരണം അത്തരത്തിലൊരു തെളിവുകളൊന്നും തന്നെ, ഡിജിറ്റൽ തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ജോൾസിനെ ഇന്ന് 10 മണിയോടുകൂടി സ്റ്റേഷനിൽ വരാൻ പോലീസ് പറഞ്ഞിട്ടുണ്ട്. ഇന്നും വിശദമായ ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും നടക്കുമെന്നതാണ് നമുക്ക് ഈ കേസിൽ മനസ്സിലാകുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന.